ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോണുണ്ട്. ആ വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഹീന്ദ്ര താർ മോഡിഫൈഡ് ആണ്. അപ്പോൾ എൻ്റെ വണ്ടിയില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോൾ കറൻ്റ് ഉള്ള ഫോർച്യൂണർ വിറ്റിട്ട് നമ്മുടെ ഒരു താർ എടുക്കാനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടി കൊണ്ടുപോയി മേടിച്ച് ഷോറൂമിൽ കൊണ്ടുപോയി തന്നെ വിൽക്കാം. അതായിരിക്കും നല്ല. അല്ലെങ്കിൽ വേറെ വല്ല ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വിൽക്കാൻ പറ്റിയ ചിലപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ അപ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഓർമ്മ ഉണ്ടായാല. അപ്പോൾ നമുക്കാണെങ്കിൽ ഷോറൂമിൻ്റെ അങ്ങോട്ട് പോവുക. അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് റൈറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂം എത്തും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് ചെയ്യുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോകണം. അപ്പോൾ അവിടെ വല്ല കാർ ഉണ്ടായാൽ മേടിക്കുക, അല്ലെങ്കിൽ വേണ്ട. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ഇത് ആ റൈറ്റ് കാണുന്നുണ്ട് ഷോറൂം, ഇത് കാണുന്ന ഷോറൂം. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നോക്കാം. ഇവിടെ വണ്ടിയില്ല ഡേയ്സ്, വണ്ടിയില്ല ഇവിടെ. അപ്പോൾ നമുക്ക് വണ്ടിയാണെങ്കിൽ ഇവിടെ വെക്കുക. അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറി ചെന്ന് ചോദിക്കാം. നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിലേക്ക് കയറി ചെന്ന് ചോദിക്കുക. അപ്പോൾ അവരാണെങ്കിൽ ഓക്കെ, അവരാണെങ്കിൽ സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയാണെങ്കിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ 35 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ്. ആകാശിനൊക്കെ ഒരു താറ് കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടുമായിരിക്കും. നമുക്കിപ്പോൾ എങ്ങനെ പോകാനാ? നമുക്ക് ലിഫ്റ്റ് വെച്ച് പോകേണ്ടി വരും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ചേട്ടൻ ലിഫ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആക്കി തരാനാണ് പറഞ്ഞത്. ആ ചേട്ടൻ വഴിയൊക്കെ അറിയാം, പോലീസില്ലാത്ത വീടാന്ന് ഞാൻ പറഞ്ഞത്. ഇയാളെന്ത് സ്പീഡിലാണ് പോണത്, പതുക്കെ പോണത്. ഇത്തിരി സ്പീഡിൽ പോയാൽ മതിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്കാണെങ്കിൽ പതുക്കെ എത്തിയാൽ മതി, ധൃതിയൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ വണ്ടിയൊന്നും ഇല്ല. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യും, ചേട്ടനോടെ ഷോറൂമിൻ്റെ അങ്ങോട്ടാക്കി തരാൻ പറയാം. അതാകുമ്പോൾ നല്ലതായിരിക്കും. ഷോറൂമിൻ്റെ അങ്ങോട്ടാക്കി, വേറെ ഷോറൂം ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ വണ്ടി വിറ്റ ഷോറൂം മാത്രമല്ല, വേറെ ഷോറൂം ഉണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ ഈ വണ്ടിയുടെ കിട്ടും, അങ്ങോട്ട് പോകാൻ പറയാം. അപ്പോൾ ഈ ഫൈനൽ തന്നെ ആ ചേട്ടനാണെങ്കിൽ ആ ഷോറൂമിൻ്റെ അവിടെ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയുണ്ട് ആ ഷോറൂം. പിന്നെ ഇതൊരു SUVs മാത്രം കിട്ടുന്ന ഷോറൂമാണ്. ഇതാണ് നല്ലത്. അതാകുമ്പോൾ SUV മാത്രം പോരെ. ആള് നോക്കി വന്ന വണ്ടിയോടെ ഇരിപ്പുണ്ട്. ഈ രണ്ട് വണ്ടിയേ ഉള്ളൂ. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന മോഡിഫൈഡ് കാറാണ്. കുഴപ്പമില്ല, നമുക്ക് ഈ വണ്ടി ആയാലും മതി. ഈ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യാം. മിക്കവാറും ഈ വണ്ടി സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബുക്കും പേപ്പറൊക്കെ. അപ്പോൾ അത് ഉള്ളിയായിരിക്കും. അപ്പോൾ നമ്മളാണെങ്കിൽ കഴിഞ്ഞാടെ താറൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നാളാണെങ്കിൽ ഫുൾ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ക്യാഷ് അല്ല, EMIയിലുണ്ട്. ഫുൾ ക്യാഷ് അല്ല, തെറ്റിപ്പോയതാണ്. അപ്പോൾ അയാളാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ളത് പോയിക്കോളും. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഞാനാണെങ്കിൽ ഈ വണ്ടി ഇപ്പോഴേ കൊണ്ടുപോയി വീട്ടിൽ വെക്കണില്ല. ഇപ്പം ഞാൻ ഈ വണ്ടി കൊണ്ട് മോഡിഫൈ ചെയ്യാൻ പോണേണ്. പക്ഷേ ചിലപ്പോൾ ഇവിടെ സീനാവും പോലീസുകാർ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാശ് കൊടുത്തിട്ടാണെങ്കിലും വണ്ടി ഇറക്കാം. എന്തായാലും നോക്കിയപ്പോൾ കൊണ്ടുപോയി വണ്ടി മോഡിഫൈ ചെയ്യാം. വണ്ടി മോഡിഫൈ ചെയ്യുന്ന സ്ഥലം ഇവിടെ അല്ല, നമ്മുടെ വില്ലേജിൻ്റെ അടുത്താണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അവൻ്റെ വീട്. അപ്പോൾ ഒരു ബ്ലൂ ഗാരേജാണ്. അതെ, ഇതാണ് അവൻ്റെ വീട്. ആ ബ്ലൂ വീടാണ് അവൻ്റെത്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഈ സൈഡിലായിട്ട് തന്നെ പാർക്ക് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ആ വീട്ടിൽ നോക്കാം, എന്താന്ന് നോക്കാം, ഇല്ലെങ്കിൽ ചമ്മു. അപ്പോൾ അവനാണെങ്കിൽ നമ്മുടെ വണ്ടിയും കാര്യങ്ങളും മോഡിഫൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രി കിട്ടുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ധൃതിയൊന്നുമില്ല ഡേയ്സ്. നമുക്കാണെങ്കിൽ നാളെ രാവിലെ ആയാലും മതി.
ഇപ്പം നമ്മളാണെങ്കിൽ വന്ന പോലെ ലിഫ്റ്റ് അടിച്ച് പോകാൻ പറ്റില്ല, കാരണം വണ്ടിയൊന്നും കാണില്ല കേട്ടോ. നമുക്ക് ഓടി തന്നെ പോകേണ്ടി വരും. വീടാണെങ്കിൽ ഇത്തിരി ദൂരെയാണ്, കുറേ ഓടേണ്ടി വരും. ഇപ്പോൾ വില്ലേജാണ്, നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ദൂരമുണ്ട്. അപ്പോൾ വീട്ടിൽ എത്തുമ്പോൾ നല്ലോണം ക്ഷീണിക്കും, കുറേ ഓടേണ്ടി വരുമല്ലേ. എന്നെക്കൊണ്ട് വയ്യ, കുറേ ഓടണം, വണ്ടിയൊന്നും കാണണില്ല. അവിടെ നിന്ന് ഇവിടം വരെ ഓടി വരേണ്ടി വന്ന്. ഞാനിപ്പോൾ നല്ലോണം ക്ഷീണിച്ച്. നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, പോയി കിടന്ന് കുറച്ച് നേരം ഉറങ്ങാം, ആയിരിക്കും നല്ലത്. അപ്പോൾ ഇന്നലെയാണെങ്കിൽ നമ്മളൊരു മഹീന്ദ്ര താറൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ആ വണ്ടിയാണെങ്കിൽ നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ അത് മോഡിഫൈ ചെയ്ത് ഇന്ന് രാവിലെ തരാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അവൻ്റെ വീട്ടിലേക്ക് പോകണേണ്. നമ്മുടെ എല്ലാ വണ്ടിയും ലിഫ്റ്റ് തരാൻ നോക്കുക. അങ്ങോട്ടൊരു വണ്ടി കൊണ്ട് നോക്കി, ആ വണ്ടിയോട് ലിഫ്റ്റ് ചോദിക്കുക, അങ്ങോട്ട് ഓടിച്ചരാം. അയാൾ പോകുക, മിക്കവാറും പോകും. അപ്പോൾ അയാൾ പോണേ പോവുകയും ചെയ്യാം. ഇതൊരു വേറെ വണ്ടി വരുന്നുണ്ട്, നമുക്ക് അയാളെ ലിഫ്റ്റ് ചോദിക്കാം. ചേട്ടാ 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 നിർത്ത്. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ ലിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വില്ലേജ് വരെ ആക്കി തരുവാണ് ചോദിച്ചത്. മിക്കവാറും അവിടെ വണ്ടി അവിടെ മോഡിഫൈഡ് ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു അവനോട് കളറ് മാറ്റായിരുന്നു. അപ്പോൾ അവൻ കളർ മാറ്റിയിട്ടുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. ചിലപ്പോൾ മോഡിഫൈ അറിയാം. പിന്നെ നമ്മളായതുകൊണ്ട് കാശ് കുറച്ച് മേടിക്കുള്ളൂ. അല്ലാണ്ട് വേറെ വല്ല ഷോപ്പിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ കാശ് കൂടുതൽ മേടിക്കും ആൾക്കാർ. ഇപ്പം നമ്മുടെ കൂട്ടുകാരനായതുകൊണ്ട് കാശ് കുറച്ച് മേടിക്കുള്ളൂ. അപ്പോഴേ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്, നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇപ്പോൾ പോയി വണ്ടി എന്തായാലും നോക്കാം കേട്ടോ. ഞാൻ നല്ല എക്സൈറ്റഡാണ്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴാണെങ്കിൽ അവിടെ താറൊന്നും കണ്ടില്ല. ആ കിടക്കുന്നത് നമ്മുടെ കാറാണ്. ഇത് മോഡിഫൈ ചെയ്ത് വെച്ച നമ്മുടെ വണ്ടിയാണ്. നോക്കട്ടെ, അവനോട് തന്നെ പോയി ചോദിക്കട്ടെ. ഗൈസ്, അത് നമ്മുടെ വണ്ടി തന്നെയുണ്ടോ? അത് നല്ല അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലെ ബമ്പർ മാറ്റി, പിന്നെ ഗ്രില്ല് മാറ്റി. നമ്മളെ വണ്ടിയാന്ന് തിരിച്ചറിഞ്ഞില്ല കേട്ടോ, അത്രക്കും നന്നായി മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണെങ്കിൽ ഇപ്പോൾ വണ്ടി എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോവാം. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ട് വണ്ടി. ഇൻറ്റീരിയർ നോക്കണമെങ്കിൽ ഇൻറ്റീരിയർ മാറ്റമൊന്നും വരുത്തിയില്ലായിരുന്നു. അത് കുഴപ്പമില്ല ഗൈസ്, വണ്ടി ഇപ്പോൾ പൊളിപ്പം വണ്ടി ആയിട്ടുണ്ട്. എനിക്ക് ഈ വണ്ടിയൊക്കെ മതി, ഇതൊക്കെ ധാരാളം. നമുക്കിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മളാണിത് നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ വണ്ടി നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടാ. ഒരു വെറൈറ്റിക്ക് നമ്മുടെ വണ്ടി വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട, ബെഡ്റൂമിലേക്ക്. വണ്ടി നോക്കി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിടാം.